പ്രിയപ്പെട്ടവരെ, കണ്ണിൽ ഇരുട്ട് കയറുന്നത് ഒന്നുകിൽ വെളിച്ചമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരിക്കൽ കാഴ്ചശക്തിയുള്ള ഒരു മനുഷ്യൻ ഇരുട്ടുമൂടി മറഞ്ഞു കിടന്നിരുന്ന, വെളിച്ചം ലഭിക്കാതിരുന്ന ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു. തനിക്ക് എവിടെ നിന്നോ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടുന്ന സദൃശമായ ഒരു വെളിച്ചം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. താൻ അല്പം പ്രയാസപ്പെട്ടുകൊണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് നടക്കുവാനായിട്ട് ആരംഭിച്ചു. തന്നെ ഭയപ്പെടുത്തുന്ന അനേക സംഭവങ്ങൾ തൻ്റെ മുന്നിലേക്ക് വന്നുവെങ്കിലും താൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചത്തെ മുറുകെ പിടിച്ചു. താൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ താൻ ശ്രദ്ധിച്ച ഒരു കാര്യം, തൻ്റെ കയ്യിലെ വെളിച്ചം പതിയെ പതിയെ വലുതാകുവാനായിട്ട് ആരംഭിച്ചു. താൻ ആ വഴിയിൽ കണ്ടതും കേട്ടതും തനിക്ക് പുതുമയുള്ളതായിട്ട് അനുഭവപ്പെട്ടു. തൻ്റെ ചിന്തകളിലും ഒരു പുതുക്കം വരുവാനായിട്ട് ആരംഭിച്ചു. തന്നെ പിന്തിരിപ്പിക്കുവാൻ അനേക പേർ തൻ്റെ പിന്നിൽ നിന്ന് തന്നെ വിളിച്ചുവെങ്കിലും താൻ തൻ്റെ കയ്യിലുള്ള വെളിച്ചത്തിൽ വിശ്വസിച്ചു. ആ വഴി അവസാനിക്കുവാൻ ഇനി അധിക ദൂരം ഉണ്ടായിരുന്നില്ല. താൻ ആ വഴി വീണ്ടും ആയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് തന്നെ നടന്നു. പ്രിയമുള്ളവരെ, തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കയ്യിലെ വെളിച്ചം സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രന് സമമായി വളർന്നിരുന്നു. ആ വഴി അവസാനിക്കുമ്പോൾ തൻ്റെ ലക്ഷ്യവും നിറവേറുകയായിരുന്നു. അതെ, ആ വഴി അവസാനിച്ചത് തൻ്റെ വീട്ടിലേക്കായിരുന്നു. തൻ്റെ അപ്പൻ, തൻ്റെ പിതാവ് തന്നെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ അപ്പൻ തന്നെ ഓടി വന്ന് ആലിംഗനം ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ തൻ്റെ ജീവിതം അവിടെ പുതിയ ജീവിതം ആരംഭിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, തൻ്റെ ലക്ഷ്യം അവിടെ നിറവേറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഈ കഥയിൽ ആ മനുഷ്യൻ ഞാനും നിങ്ങളും ആണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ധൈര്യമുണ്ടായിരിക്കും, ലക്ഷ്യമുണ്ടായിരിക്കും, നമുക്ക് ലഭിച്ച വെളിച്ചത്തിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കും, ആ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴി നഷ്ടപ്പെട്ട നമ്മെ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് ചേർക്കുന്ന ക്രിസ്തുവാണ്. അതെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവാണ് ആ വഴി. പ്രിയമുള്ളവരെ, നാം ഈ വഴിയിൽ ആണ് എങ്കിൽ നാം അപ്പൻ്റെ സ്വന്തം ഭവനത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ, ഈ വഴിയിലൂടെ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുന്നവരും ചുരുക്കമത്രേ. ദൈവം നിങ്ങളെ അവിടെ എത്തിക്കട്ടെ. തുടർ ചിന്തകൾക്കായിട്ട് കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.